നമസ്തേ സർ. നമസ്തേ. സർ, ഇന്നലെ ഒരു സുപ്രീം കോടതി വിധി വന്നു. സംവരണം ഹിന്ദുക്കൾക്ക് മാത്രം ഉള്ളതാണ്. അപ്പൊ അതിന്ന് നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിലുള്ളവര് മതം മാറി വേറെ മതം സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ആ സംവരണം കിട്ടുന്നതല്ല. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സർ അങ്ങനെ ഒരു വിധി വന്നത്? അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷൻ അല്ല. സംവരണം എന്ന ഭാരതത്തിന്റെ ഭരണഘടന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് മറ്റു രാജ്യങ്ങളിൽ അഫർമേറ്റീവ് ആക്ഷൻ എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും കാരണവശാൽ സമൂഹം കാലങ്ങളായിട്ട് അരികുവൽക്കരിച്ചിരുന്നവരെ, മാർജിനലൈസ് ചെയ്തിരുന്നവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക്, മെയിൻ സ്ട്രീമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഭരണഘടനാപരമായ ഒരു ഇടപെടലാണ് റിസർവേഷൻ. ആ റിസർവേഷൻ എന്നൊരു പോളിസി കൊണ്ടുവന്നപ്പം ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ ആണ്. സ്വാഭാവികമായിട്ടും അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് പ്രധാനവും. അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനൊരു ടാർഗറ്റഡ് ഗ്രൂപ്പ്, ഒരു ഇന്റൻഡഡ് ബെനിഫിഷ്യറീസ് ഉണ്ടായിരുന്നു. അത് അന്ന് തന്നെ ഡോക്ടർ അംബേദ്കറുടെ കാലത്ത് തന്നെ 1950 തന്നെ ഭരണഘടന ഇൻട്രൊഡ്യൂസ് ചെയ്തു, അംഗീകരിച്ചു. ഉടനെ തന്നെ കൃത്യമായിട്ട് ഓർഡർ ഇറക്കി. ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കള്, ഹിന്ദു മതത്തിൽപ്പെട്ടവര്, ബുദ്ധമതത്തിൽപ്പെട്ടവര്, സിഖ് മതത്തിൽപ്പെട്ടവര്, ജൈന മതത്തിൽപ്പെട്ടവര്, ഇങ്ങനെ പറയുന്ന ആ മതവിഭാഗങ്ങൾ, അതായത് ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച, ഇന്ത്യയിലെ ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് ഉയർന്നു വന്ന ആ മതങ്ങളിലുള്ളവർക്കാണ് സംവരണം ഓഫർ ചെയ്തത്. അതിന് കാരണമുണ്ട്. കാരണം കാലങ്ങളായി, വർഷങ്ങളായി, നൂറ്റാണ്ടുകളായിട്ട് ജാതിയുടെ പേരിലുള്ള വേർതിരിവിന്റെ പേരിൽ, ഉച്ചനീചത്തിന്റെ പേരില് ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട ജനവിഭാഗമാണ് ഹിന്ദു ജനതയിലെ താഴ്ന്ന ജാതിക്കാരെന്ന് വിളിക്കപ്പെടുന്നവര്. അങ്ങനെ വന്നപ്പം അവരുടെ ചരിത്രപരമായ പിന്നോക്കാവസ്ഥയെ പരിഹരിച്ച് അവരെയും സമാജത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റിസർവേഷൻ വെച്ചത്, സംവരണം വെച്ചത്. പക്ഷെ അങ്ങനെ വന്നപ്പോ ഒരു കാര്യം ഉണ്ടായി. ഇതിൽ ഒരു വിഭാഗത്തെ ആളുകള്, മറ്റു മതസ്ഥര്, ക്രിസ്ത്യൻസ് ആവട്ടെ മുസ്ലിംസ് ആവട്ടെ, മുതലെടുക്കാൻ തുടങ്ങി. അല്ല, ഇവരെ വിളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അവിടെ അല്ല ജാതി ഉള്ളത്, ഇവിടെ വന്നാൽ ജാതിയില്ല. അപ്പൊ ജാതിയില്ലാത്ത ഈ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഉയർത്തപ്പെടും. അങ്ങനെ പറഞ്ഞും പലരെയും പണം കൊടുത്ത്, മറ്റു സൗകര്യങ്ങൾ കൊടുത്ത് പ്രീണിപ്പിച്ചും, ചിലരെ ഭീഷണിപ്പെടുത്തിയും, മുസ്ലിങ്ങളൊക്കെ ചെയ്ത ഭീഷണിപ്പെടുത്തിയും കടന്നാക്രമിച്ചും ഉന്മൂലനം ചെയ്തും കൊന്നും കൊല വിളിച്ചുമാണ്. അങ്ങനെ കൊന്നും കൊല വിളിച്ചുമൊക്കെ മുസ്ലിം ആക്കി കഴിഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിലോ ക്രിസ്ത്യൻ സമുദായത്തിലോ ചെന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ വ്യത്യാസമില്ല. ആ ജാതി വ്യത്യാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞവർക്ക് സംവരണത്തിന് ന്യായമില്ലല്ലോ, സംവരണത്തിന് ന്യായമില്ല. അതുകൊണ്ടാണ് കൃത്യമായും അതിനെതിരെ ജനവികാരം പ്രകടമായിരുന്നു, നിയമം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പാസ്റ്റർ, ആന്ധ്രാപ്രദേശിലുള്ള ഒരു പാസ്റ്ററാണ്, അയാളുടെ പേരതിനകത്തുണ്ട്, പേര് ഞാൻ മറന്നു, ചിന്താനന്ദോ. ആ പാസ്റ്ററാണ്, അതായത് ക്രിസ്ത്യാനിയിലേക്ക് കൺവേർട്ട് ചെയ്ത പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലെ പ്രമുഖനായ ഒരാളാണ്. അതുമായി എല്ലാ ഞായറാഴ്ചകളിലും പ്രയർ ഗ്രൂപ്പ് സംഘടിപ്പിച്ച് പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നയാള് എനിക്കും വേണം സംവരണം എന്ന് പറഞ്ഞു പോയി ഹൈക്കോടതി ചെന്നു. ആന്ധ്രയില് ഹൈക്കോടതി പറഞ്ഞു, നോ, ദാറ്റ് ഗോസ് അഗൈൻസ്റ്റ് ദി എക്സിസ്റ്റിംഗ് ലോ, കോൺസ്റ്റിറ്റ്യൂഷനും നിയമത്തിനും എതിരായിരുന്നു, അത് പറ്റില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. സുപ്രീം കോടതി ചെന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ കൃത്യമായിട്ട് വിധി പറഞ്ഞു, അത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന്. ഒരു കാര്യം ഓർക്കുക,
ഈ മതപരിവർത്തനം ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് പലപ്പോഴും ഒരു റെസിസ്റ്റൻസ് അല്ലെ പ്രതിരോധം ഈ സാധാരണ താഴ്ന്ന ജാതിക്കാരെന്ന് വിളിക്കപ്പെടുന്നവരുന്നുണ്ടെന്ന പ്രശ്നം ഇതാണ്. ഞങ്ങൾക്ക് ഹിന്ദുവായി തുടർന്നാൽ സംവരണം കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ മതപരിവർത്തനം ചെയ്തിട്ട് ആ സംവരണം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവര് പറയുമ്പം അതിന് പരിഹാരമായിട്ടാണ് ഈ മതപരിവർത്തന ലോബി. അത് മനസ്സിലായി. നിങ്ങൾ മാറിക്കോ, നിങ്ങൾക്ക് സംവരണം ഞങ്ങൾ വാങ്ങിച്ചെന്നേക്കാം. പക്ഷെ അതിനിടയിൽ ഒരു ചെറിയൊരു കാര്യം പറയട്ടെ സാർ, പറഞ്ഞ സത്യമാണ്. നമ്മള് ഇപ്പൊ ഓൾറെഡി ക്രിസ്ത്യൻസും ക്രിസ്ത്യാനിറ്റി ഇസ്ലാം അവരൊക്കെ മൈനോറിറ്റി എന്നറിയപ്പെടുന്ന വിഭാഗങ്ങളാണ്. അതിന്റെ ഒരു റിസർവേഷൻ വേറെ ഉണ്ട്. അപ്പൊ ഇവിടെ SC/ST റിസർവേഷനും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ 2 റിസർവേഷൻ കിട്ടുന്ന ഒരു ചെറിയ ധാരണയിലായിരിക്കും കുറെ പേര് അങ്ങോട്ടേക്ക് ചാടാൻ നോക്കിയത്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തെങ്ങും ഇല്ലാത്ത സംരക്ഷണമാണ് ഭാരതത്തിൽ ന്യൂനപക്ഷത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും ഞാൻ പറയുക, ലോകത്ത് ഒരു രാജ്യത്തും, അമേരിക്കയിലും ചൈനയിലോ റഷ്യയിലോ ഒരു രാജ്യത്തും ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത സൗകര്യം ന്യൂനപക്ഷത്തിനില്ല. ഭൂരിപക്ഷത്തിനുള്ള സൗകര്യങ്ങള് ന്യൂനപക്ഷത്തിന് ഒഴിവാക്കാൻ വേണ്ടിയാണ് സംവരണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അവര് പ്രിവിലേജ്ഡ് ക്ലാസ് ആണ്. മൈനോറിറ്റീസ് ആർ പ്രിവിലേജ്ഡ് ക്ലാസ്. അവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലും മറ്റും ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത പല അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് വേറൊരു ചർച്ചയാവും. അപ്പം അഞ്ജന പറഞ്ഞതുപോലെ അവർക്ക് ആ ബെനിഫിറ്റും കിട്ടും, ന്യൂനപക്ഷം ആണെന്നുള്ള ബെനിഫിറ്റും കിട്ടും. ഇതില് യഥാർത്ഥത്തിൽ കളിക്കുന്ന ആരാന്ന് പറഞ്ഞാല് ന്യൂനപക്ഷത്തിലെ പ്രിവിലേജ് ക്ലാസ്, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ വരേണ്യവർഗമാണ്. ന്യൂനപക്ഷത്തിന്റെ ഇങ്ങനൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാല് ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചോളാം, ഞങ്ങളിത് മാത്രമായിട്ട് റിസർവ് ചെയ്യപ്പെടും. ഇവർക്ക് ഷെഡ്യൂൾ കാസ്റ്റ് റിസർവേഷൻ കിട്ടുമല്ലോ, നമുക്ക് ആളുമായി. അപ്പൊ അത് ഒരു കാര്യം മനസ്സിലാക്കണം, മതപരിവർത്തനം എന്ന് പറയുന്നതാണ് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ ലോബിയാണ്. ആ വ്യവസായ ലോബിക്ക് പല ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, പണമെറിഞ്ഞ് സ്വന്തം മതത്തിലേക്ക് ആളെ കൂട്ടുക. 2, ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ കൂടിയാണെങ്കിലും സ്വന്തം കൂട്ടത്തിലേക്ക് ആളെ കൂട്ടുക. ഇത് മതപരമായ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ പ്രധാനമാണ് രാജ്യരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ കാണുന്നുണ്ട് നമ്മൾ. നോർത്ത് ഈസ്റ്റിലെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് ബംഗ്ലാദേശ് അധിനിവേശക്കാര് രാജ്യരക്ഷയ്ക്കും അവർ വെല്ലുവിളി ഉയർത്തുക. ഈ സാഹചര്യത്തിൽ ഛത്തീസ്ഗഡില് ഈ സാഹചര്യത്തിൽ മതപരിവർത്തന ലോബി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സംവരണം അവർക്കൂടെ പരിവർത്തനം ചെയ്യപ്പെട്ടവർക്കൂടെ കിട്ടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നൊരു കോടതി വിധിച്ചെങ്കില് അത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ ഭാവത്തെ ഉൾക്കൊണ്ടുള്ള വിധിയാണ്. ഒരു കാര്യം ആലോചിക്കണം, എന്താണെങ്കിലും ഈ സംവരണത്തിലേക്ക് കാര്യങ്ങൾ കടന്നെന്ന് ഓർക്കണം. ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ നമുക്കറിയാവുന്ന പോലെ കുട്ടിയായിരിക്കുമ്പം സ്കൂളിൽ ചെല്ലുമ്പോഴ് കുടിക്കാൻ വെള്ളം വലിയൊരു മൺകുടത്തിനകത്ത് വെള്ളം വെച്ചിരിക്കുക. ആ മൺകുടത്തിനകത്തുനിന്ന് മറ്റുള്ള കുട്ടികളോടൊപ്പം വെള്ളമെടുത്ത് കുടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അംബേദ്കർക്ക് ഉണ്ടായിരുന്നില്ല. അവരോടൊപ്പം ഇരിക്കാൻ പറ്റില്ല, ഇരിക്കാൻ വേണ്ടി കൊണ്ടുചെല്ലേണ്ടത് അല്ല വേറെ ഒരു പോലെ ചെറിയ സാധനം കൊണ്ട് ചെല്ലുന്നത്, അതല്ല ഇരിക്കുന്നത്, അത് കൊണ്ടുപോകണം വീട്ടില്, തൊട്ടുകൂടായ്മ. അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹത്തിന് വെള്ളം കൊടുത്തോണ്ടിരുന്ന പിയൂണാണ്. പിയൂണുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, കൈകൊണ്ടെങ്കിലും പിടിച്ച് കുടിക്കാം. ക്ലാസ്സിന് കുടിക്കാൻ പാടില്ല, കുടത്തെ തൊട്ട് വെള്ളം എടുക്കാൻ പാടില്ല. ആ സാഹചര്യത്തിൽ ഒരു ദിവസം പിയൂണ് വന്നില്ലെങ്കിൽ വെള്ളമില്ല, നോ പിയൂൺ നോ വാട്ടർ. അത്രയ്ക്ക് ഹീനമായ അൺടച്ചബിലിറ്റിയെയും അടിമത്തത്തെയും അടിച്ചമർത്തലിനെയും നേരിട്ടൊരു സമൂഹം അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും തിരിച്ചു പിടിക്കുന്നെങ്കിൽ
തിരിച്ചു പിടിക്കാൻ സാഹചര്യം വന്നെങ്കിൽ ആ സാഹചര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അതിനകത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ പിച്ചച്ചട്ടികളിൽ നിന്ന് കൈവിട്ടു വരാൻ വേണ്ടി ഏത് മത പരിവർത്തന ലോബികൾ ശ്രമിച്ചാലും അവരെ തടഞ്ഞു നിർത്തേണ്ട ബാധ്യത നമ്മുടെ നിയമ സംവിധാനത്തിനുണ്ട്. ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ, സംവരണം വന്നതിന് തന്നെ കാര്യം നമ്മൾ ഓർക്കണം. ആദ്യം അംബേദ്കർക്ക് ഒരു വെല്ലുവിളിയാണ്. അംബേദ്കർ ഒരിക്കലും ജോലി സംവരണമല്ല ലക്ഷ്യമാക്കിയത്. ഭരണത്തിൽ, അധികാരത്തിൽ അധസ്ഥിതന് പങ്കുണ്ടാവണം. റൈറ്റ്സിന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും ഒരു ഈക്വൽ. അധികാരത്തിലേക്ക് പങ്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവസരങ്ങളും ലഭിച്ചോളും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് 1917 അന്നത്തെ കോൺഗ്രസ്, മഹാത്മാഗാന്ധിയൊക്കെയുള്ള കോൺഗ്രസ് മുസ്ലിങ്ങളുമായിട്ട് പാക്ട് ഉണ്ടാക്കി, ലക്നോ പാക്ട്. അതായത് ഭാരതത്തിൽ ജനാധിപത്യ വ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട സഭകളിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ഇലക്ടറേറ്റ്, അവർക്ക് എത്ര പേരുണ്ടോ അവർക്ക് ജനസംഖ്യാനുപാതികമായിട്ട് കിട്ടുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഇലക്ടറേറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അതിന് അംബേദ്കറെ പോലും പറഞ്ഞു, ശരി ഞങ്ങൾക്കും വേണം, ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും ഇതുപോലുള്ള സംവരണം വേണം. അതിനെ കോൺഗ്രസ് എതിർത്തു. അവരെന്നും കോൺഗ്രസ് പ്രസ്ഥാനം എന്നും ഗാന്ധിജി ഉൾപ്പെടെ നല്ല വർത്തമാനം പറഞ്ഞതിനപ്പുറമായിട്ട് അധസ്ഥിത വർഗത്തിന് താല്പര്യം നോക്കിയിട്ടില്ല. അവര് ലക്നോ പാക്ടില് മുസ്ലിങ്ങൾ കൊടുത്ത സൗകര്യം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിന് കൊടുക്കാൻ വേണ്ടി അതിനെ ശക്തമായിട്ട് എതിർത്തു. അതിനുവേണ്ടി ഗാന്ധിജി നിരാഹാരമായിരുന്നു. ഇംഗ്ലീഷുകാരടുത്തുനിന്ന് ഇത് ലഭിക്കുമെന്ന സാഹചര്യം അംബേദ്കർ ഉയർത്തിയെടുത്തപ്പം 1930 ആദ്യമാണ് വട്ടമേശ സമ്മേളന സന്ദർഭത്തില് അതിനെതിരായിട്ട് ഗാന്ധിജി നിരാഹാരമായിരുന്നു. ഗാന്ധിജി നിരാഹാരം എത്തിയപ്പോഴത്തേക്ക് ഗാന്ധിജി മരിച്ചാൽ പോലും ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നുള്ള മട്ടായിരുന്നു അംബേദ്കർക്ക്. പക്ഷെ അവസാനം അംബേദ്കർ മറ്റുള്ളവർക്ക് പറഞ്ഞത് കേട്ടു. ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ഗാന്ധിജിയുടെ നിർബന്ധത്തിന് വഴങ്ങാൻ വേണ്ടി ഹരിജനങ്ങളുടെ താല്പര്യത്തെ അദ്ദേഹം ബലി കഴിച്ചു തന്ന. എങ്കിലും ഭരണഘടന വന്നപ്പോഴത്തേക്ക് സംവരണത്തിലേക്ക് വന്നു. അത് അംബേദ്കർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ അംബേദ്കർ ജീവിച്ചിരുന്ന ഒരു കാലത്തും അംബേദ്കർ ഒരിക്കലും ഗാന്ധിജിയെ മഹാത്മജി എന്ന് വിളിച്ചിട്ടില്ല, എന്നും മിസ്റ്റർ ഗാന്ധി എന്ന് വിളിച്ചിട്ടുള്ളൂ. അതൊരു വേറൊരു ഭാഗം. അപ്പൊ എന്തായാലും ഈ സംവരണ കാര്യത്തിൽ ഇങ്ങനെ വിധി വന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായത്. കാരണം ഒരാഴ്ച മുമ്പ് വേറെ സംഭവം ഉണ്ടായി. ഒരാഴ്ച 10 ദിവസമായിട്ടുണ്ടാവും. ഗണേഷ് കുമാറിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഈ മന്ത്രി ഗണേഷ് കുമാറിനെ ക്രിസ്ത്യൻ ആണെന്ന് അല്ല, ഞാൻ പറയാം. മന്ത്രി ഗണേഷ് കുമാറിനെ LDF ഗവൺമെന്റിൽ നിന്ന് പുറത്താക്കിയാൽ, മന്ത്രിസഭയിൽ നിന്ന് രാജിവെപ്പിച്ചാൽ പോലും രാഷ്ട്രീയമായിട്ടുണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാ. പത്തനാപുരത്തെ ഒരു മണ്ഡലത്തിൽ മാത്രമേ ഇദ്ദേഹത്തിന് സ്വാധീനമുള്ളൂ. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. കാരണം ഈ ഇത്രയും പേര് ദോഷം ഉണ്ടാക്കിയ സാഹചര്യം. പിന്നെ എന്തുകൊണ്ട് പിണറായി വിജയൻ ഈ ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ആലോചിക്കണം. ഗണേഷ് കുമാറിന്റെ ഈ പ്രകടമായ കേരളത്തിലെ സാധാരണ ജനങ്ങൾ വെറുക്കുന്ന ആ സ്വഭാവ ശൈലിയും ജീവിത രീതിയും കണ്ടിട്ടും പിണറായി വിജയൻ കൂടെ നിർത്തിയ കാരണം മനസ്സിലാക്കണം. അത് പത്തനാപുരത്തെ ഒരു സീറ്റ് നോക്കിയല്ല. അതിന്റെ കാര്യത്തിൽ പിണറായി ഗണേഷ് കുമാർ തുടരുന്നതിന് അനുവാദം കൊടുത്ത ദിവസം തന്നെ അന്ന് തന്നെ ഇന്ത്യൻ എക്സ്പ്രസിൽ വാർത്ത വന്നു. വേറെ പത്രത്തിൽ ഞാൻ കണ്ടില്ല. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ പെന്തിക്കോസ്ത് വിഭാഗം അവർക്ക് പ്രത്യേക ഒരു വിഭാഗമായിട്ട് അറിയപ്പെടുന്നതിനും പരിഗണിക്കപ്പെടുന്നതിനും കണക്കാക്കപ്പെടുന്നതിനും ഇടവരുത്തുന്ന തരത്തിൽ റവന്യൂ റെക്കോർഡുകൾ അങ്ങനെ ആക്കിയെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ്. എന്തിനാണ് ഞാൻ വോട്ടിന് അല്ല, എന്തിനാ ഈ പെന്തിക്കോസ്ത് വിഭാഗത്തിലെ മാക്സിമം മതപരിവർത്തനം ചെയ്യപ്പെട്ട ആളുകൾ അങ്ങോട്ടാ പോകുന്നത്. അവരുടെ വോട്ട് കിട്ടിയാൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനിടയാകും എന്ന് കണ്ടുകൊണ്ട് ആ പ്രീണനത്തിന്റെ രാഷ്ട്രീയം പരിവർത്തനം ചെയ്ത് അങ്ങോട്ട് പോയ ആളുകളെ
ഹിന്ദുമതത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളെ ആനുകൂല്യം നൽകി പിടിച്ചെടുത്ത് അവരുടെ വോട്ട് മേടിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ പോലും സഹിച്ചത്. കാരണം ഗണേഷ് ആ തരത്തിൽ കൺവേർട്ട് ചെയ്യപ്പെട്ട ആളാണ്. ഫോർമലായിട്ടോ നിയമപരമായിട്ടോ ഇല്ലായിരിക്കും. പക്ഷെ ഞാൻ ക്രിസ്തു വിശ്വാസിയാണെന്ന് അയാൾ പറയുന്നു, അയാളുടെ ഭാര്യ പറയുന്നു. അവരുടെ സമ്മേളനങ്ങളിൽ പോയി, അവരുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ പോയി പങ്കെടുക്കുന്നു. ഇലക്ഷന്റെ ഭൂരിപക്ഷം വരെ വെന്റിക്കോസ് ബ്രദറാണ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്ന ഗണേഷ് അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗപ്പെട്ട ആളുകൾക്കുള്ള ആനുകൂല്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരുടെ പിച്ചച്ചട്ടിയിൽ കൈവിട്ടവർ, പിച്ചച്ചട്ടി ഞാൻ പറഞ്ഞത് മോശമായ പ്രയോഗമായിട്ടല്ല, അവർക്ക് അർഹതപ്പെട്ടതിൽ നിന്ന് പിടിച്ചു വാരിയെടുക്കാനുള്ള സംഗതി. ആ ഭാവം, ആ രീതി അനുസരിക്കപ്പെട്ടില്ല. ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, ഈ സംവരണം എന്ന് പറയുന്നത് ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കേണ്ട സംഗതിയല്ല. അല്ല, അത് മാറേണ്ട സമയമായിട്ടില്ലെന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. ഇന്നും ആ ജനവിഭാഗങ്ങൾക്കകത്ത് ഒരു ഗതിയില്ലാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവരുടെ ജീവിത സാഹചര്യം വളർന്നിട്ടില്ല. ഇപ്പോഴും വളരെ ഇനിയും ബാക്കി നിൽക്കുന്നു. 2014 നരേന്ദ്രമോദി വന്ന ശേഷം നിർണായകമായ വളർച്ച അവരുടെ ഇടയിലും വന്നിട്ടുണ്ട്. അതേ സംബന്ധിച്ച് അത് നേരത്തെ തന്നെ വെച്ചിരുന്നതാണ്. പറഞ്ഞ തുടങ്ങിയപ്പോ തന്നെ 10 വർഷം 20 വർഷം അങ്ങനെ പോയതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൃത്യമായ ഇടപെടലിൽ കൂടെ അവരെ ശാക്തീകരിക്കുന്ന ഒരു പരിശ്രമം ഉണ്ടാവണം. അതുണ്ടായിട്ടില്ല സാഹചര്യം വെച്ച് പറയും. ഇന്നും നമുക്കറിയാമല്ലോ, നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുക, സാധാരണ റെസ്റ്റോറൻറ്റില്, അവിടെ ഒരു അവർണ ഹിന്ദു ഏതെങ്കിലും അധസ്ഥിത അതിൽപ്പെട്ട ആളാണ് സപ്ലൈക്കാരൻ കണ്ടു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാൻ എത്ര പേർക്ക് താല്പര്യം ഉണ്ടാവും? നേരെ മറിച്ച് വെളുത്തു കൊടുത്ത ഒരു ബംഗാളി എടുത്തു കൊടുത്ത ആർക്കും വിരോധമില്ല. സമൂഹത്തിലെ അവസ്ഥ ഇന്നതാ. അതുപോലെ വേറൊരു വലിയ അവസ്ഥയുണ്ട്. ഈ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വളർന്നു വരുന്നവര്, അവരാരും ഒരു കൈ സഹായം ആ സമൂഹത്തിലുള്ളവർക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ സോഷ്യൽ സ്റ്റാറ്റായി വളർന്നു വരുന്നതോറും കഴിയുന്നത്ര ബന്ധങ്ങളൊക്കെ മുകളിൽ മതി, താഴോട്ട് വേണ്ടെന്ന് കരുതുന്നു. അതുകൊണ്ട് മനോഭാവം പട്ടികജാതിയിൽപ്പെട്ടവരിൽ നിന്നുണ്ടാവണം, സമൂഹത്തിൽ നിന്നുണ്ടാകണം, പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹത്തിൽ നിന്നുണ്ടാവണം. ഇവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇലക്ഷൻ നടക്കുകയല്ലേ, ഒരു 20 മണ്ഡലങ്ങളിലെങ്കിലും സംവരണം ചെയ്യപ്പെടാത്ത മണ്ഡലങ്ങളിൽ പൊതു സീറ്റുകളിൽ നിന്ന്, പൊതു മണ്ഡലങ്ങളിൽ നിന്ന് പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും മത്സരിക്കാനുണ്ടാകുമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ കണ്ടില്ല, സി.ക. ജാനുവിനെ പോലും ചതിച്ച് പുറത്താക്കി. എ.കെ. ബാലനും കെ. രാധാകൃഷ്ണനും കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇടതുപക്ഷം അംഗീകരിക്കില്ല. അപ്പോൾ രാഷ്ട്രീയമായ അധികാരം അവർക്ക് കിട്ടണമെങ്കിൽ കുറെ കാലം കൂടി ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം. ഹിന്ദു മതത്തിലും ജൈനമതത്തിലും ബുദ്ധമതത്തിലും ഉള്ള ആ പിന്നോക്ക ജനവിഭാഗത്തിന് വേണ്ടി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകള് അവർക്ക് തന്നെ കൊടുക്കുന്ന രീതി വേണം. അതിനകത്ത് കടന്നു കയറി പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറുടെ കാഴ്ചപ്പാടിനോട് നമുക്ക് നീതി പുലർത്താൻ കഴിയുക. അങ്ങനെയാണ് കുമാരനാശാൻ കൊണ്ട് പറഞ്ഞതുപോലെ നീതി കിട്ടാത്ത പാമ്പിനെ പോലും കാട്ടിൽ ചെന്ന് കൈതൊഴുന്ന കേരളീയനെ കുറിച്ച് പറഞ്ഞത്. അവര് പാമ്പിനേക്കാൾ പതീതരോ പാവം മനുഷ്യരെന്നാ ചോദിച്ചത്, ആശാൻ ചോദിച്ചത്. അപ്പൊ ആ ഒരു പാവം മനുഷ്യരെന്നുള്ള സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹം രക്ഷപ്പെടണം. അതല്ല ക്രിസ്ത്യൻ മതത്തിലോ മുസ്ലിം മതത്തിലോ ഇന്നും ഉച്ചനീചത്വം ഉണ്ട്. അങ്ങനെയുണ്ട്, അവർ പറയട്ടെ. ബൈബിളും ഖുറാനും അനുസരിച്ചിട്ട് മനുഷ്യനിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥ ഞങ്ങൾക്കും ഉണ്ട്. നമുക്കറിയാം, അധസ്ഥിത വിഭാഗത്തെ ഇന്നും കൺവേർട്ട് ചെയ്യുന്ന അധസ്ഥിത വിഭാഗത്തിന്
പള്ളി വേറെയാ, അതെ 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 അതെ. അവർക്ക് ശവക്കല്ലറ പോലും വേറെയാണ്. വിവാഹബന്ധം ഒന്നും നടക്കില്ല. അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. വീരവിനായക ദാമോദർ സവർക്കർ, സവർക്കർ 7 തരത്തിലുള്ള ബന്ധനങ്ങളിൽ കേരളത്തിൽ ഭാരതത്തെ മുക്തമാക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തില് ബേട്ടി ബന്ദി, അതായത് വിവാഹബന്ധം, ഒന്നിച്ച് ആഹാരം കഴിക്കുക, കടലിനപ്പുറത്തേക്ക് പോവുക, എല്ലാ ജോലിയും ചെയ്യുന്നതിന് എല്ലാവർക്കും അവസരം ഉണ്ടാവുക തുടങ്ങി 7 തരത്തിലുള്ള, അതുപോലെ പ്രാർത്ഥനയ്ക്കും ഈക്വൽ. അത് വീരവിനായക ദാമോദർ സവർക്കർ പറഞ്ഞത്. അതിനാണ് ഡോക്ടർ അംബേദ്കർ ചോദിച്ചത്. അതുപോലെ അംബേദ്കറുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക. അംബേദ്കർ മതപരിവർത്തനം ചെയ്ത് പോകാൻ തയ്യാറായപ്പോൾ പോലും ബുദ്ധമതത്തിലേക്കാണ് പോയത്. ഭാരതത്തിന് പുറത്തുള്ളൊരു മതത്തിലേക്ക് പോയില്ല. നിരവധി പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും. അതുകൊണ്ട് ചർച്ച നമുക്കിവിടെ അവസാനിപ്പിച്ചുകൂടെ? കാര്യം വേറൊന്നുമല്ല, അവസാനിപ്പിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് അർഹതപ്പെട്ട ഒരു ജനവിഭാഗത്തിന് കൊടുത്ത സംവരണത്തെ കച്ചവട ലക്ഷ്യത്തോടു കൂടി മതപരിവർത്തനത്തിന് കറങ്ങി നടക്കുന്ന, ആളെ പിടിക്കാൻ നടക്കുന്നവർക്ക് ഇതൊരു പാഠമാണ്. അല്ല, അവർക്ക് ഇതൊരു അവസരമാക്കാൻ ദുർവിനിയോഗം ചെയ്യാൻ അവസരം കൊടുക്കരുത്. അതെ.